ഈ ഫിലിം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഐ ഓട്ടോ, ഇതാണ് ഇതിൻ്റെ പേര്. നമ്മുടെ പഴയ ഒരു കാലത്ത് അരങ്ങ് ശരിക്കും പാടിയിരുന്നിരുന്ന നമ്മുടെ സുകുമാരി തുടങ്ങിയ കുറേ പേര് അത് കണ്ടോ, മോഹൻലാലിനെയൊക്കെ നോക്കിയാൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ എൻ്റെ തുടക്കം. ഫിലിമിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. നോക്കിയാൻ അടുക്കളയിൽ വന്നപ്പോൾ കാഴ്ച വട്ടയപ്പാണ് മക്കളെ, എന്താ വായിൽ വെള്ളമുറ. ഇത് ഒരു ഭാഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്, പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചൂടാറാൻ വെച്ചേക്കണ്. പിന്നെ കണ്ടില്ലേ ഒരു ചെമ്പ് നിറച്ച് ബിരിയാണി, അടുത്തത് നമ്മുടെ ചിക്കൻ കറി. എന്തൊക്കെ വിഭവങ്ങളാന്ന് നോക്കിയാൽ. ഓ, ഗൾഫിലിപ്പേ സ്കൂൾ വെക്കേഷനാണല്ലോ. അപ്പം നമ്മുടെ ഇളയ അളിയൻ്റെ 2 കുഞ്ഞി പെൺകുട്ടികൾ ലീവിന് വന്നപ്പോൾ 3-4 ദിവസമായിട്ട് അവരിവിടെയാണ്. മക്കളെ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പാർക്ക് കണ്ടിട്ട് വരാം. ഓക്കെ? മക്കളെ, അത് ഫെതേഡ് ലെഗ് ബ്രഹ്മ ചിക്കനാണ് കാണുന്നത്. 2 മാസമായിട്ടുള്ളൂ. അവരുടെ വലിപ്പം കണ്ടോ, ജയൻ്റ് ടൈപ്പാണ് വിറ്റ. അപ്പോൾ ഇനി അത് മെച്ചുവറാകുമ്പോൾ ഏകദേശം 5.5 കിലോ തൂക്കം വരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോരം വലിപ്പം ഉണ്ടാവുന്നു. മക്കളെ, നമ്മളുടെ ഇപ്പോൾ കണ്ട ബ്രഹ്മകോഴി എങ്ങനെയുണ്ട് അല്ലേ? മക്കളെ, ദുബായിൽ ഇതേമാരത്തെ ഗുഹകളൊക്കെ ഉണ്ടോ? മക്കളെ, ഇത് നമ്മുടെ പണ്ട് മുനിമാർ ഋഷിമാരൊക്കെ തപസ് ചെയ്തിരുന്ന ഒരു ഗുഹയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അഡ്വഞ്ചർ അവർക്ക് വലിയ ഇഷ്ടമായി. മക്കളെ, ഇനി അടുത്തതിനറിയാം, നിങ്ങളുടെ അപ്പൻ്റെ അത്ര വലിപ്പമുള്ള ഒരു വലിയൊരു മത്സ്യം, ഒരു വലിയൊരു പാതാളക്കുളത്തിൽ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വലിയ മത്സ്യം? നമ്മുടെ ജബൽക്കാറ ഗുഹയാണ് ഈ കാണുന്നത്. വാത്തപ്പട മനസ്സിലായ? ആ ഹാ ഹാ, നിങ്ങളെ കണ്ടിട്ടുള്ള സന്തോഷം, ദുബായിക്കാരെ കണ്ടിട്ടുള്ള സന്തോഷം. ഇനി നമുക്ക് പുറത്തേക്ക് പോയാലോ?